അമേൻ, അമേൻ, അമേൻ. കർത്താവിനോട് പ്രാർത്ഥന എടുത്തനായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാകയാൽ. ഇത്ര നല്ലിടയൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാകയാൽ. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും ഹല്ലേലൂയ, we praise you, we praise you Lord. കൂട്ടാളിയാണേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ അങ്ങയുടെ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് പൊരുൾ തിരിച്ചു നൽകി തരുമാറാകണം. വചനം സംസാരിക്കുന്ന എളിവനോടും കേൾക്കുന്ന അങ്ങയുടെ മക്കളോടും ഒരുപോലെ ഞങ്ങളുടെ ആത്മാവ് ഹൃദ്യമായി സംസാരിക്കണം. ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന് ധൈര്യം പ്രാപിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ, അങ്ങയിലുള്ള ആശ്രയം വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. പ്രത്യാശ വർദ്ധിച്ചവരായി ഭൂപരപ്പിൽ ഞങ്ങളെ നിലനിർത്തണമേ. പ്രാർത്ഥനയോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സൂമിലും ഈ സഭാഹോളിലുമായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ദിവസങ്ങളൊക്കെയും ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് തരുന്ന അവസരങ്ങളെ ഓർത്ത് ഞാനും കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയും വൈകുന്നേരവും ഇന്ന് രാവിലെയും വൈകുന്നേരവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായല്ലോ. ആൾച്ചുരുക്കം നിമിത്തം നമ്മൾ ഇന്നലെ രാവിലെയും വൈകുന്നേരവും ഇന്ന് രാവിലെയും സൂമിലാണ് നമ്മൾ മീറ്റിംഗ് ക്രമീകരിച്ചത്. ജോയിൻ ചെയ്തവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയും ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ രാവിലെ നമ്മൾ ധ്യാനിച്ചു, എനിക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശ് അല്ലാതെ വേറെ ഒന്നുമില്ല. അവനാൽ ഞാൻ ഇന്നലെ രാവിലെ അവനാൽ ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചു. അതുകൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനായി, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നാം ധൈര്യത്തോടെ കൃപ പ്രാപിപ്പാനും കരുണ പ്രാപിപ്പാനും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. ഇന്ന് രാവിലെ നാം ധ്യാനിച്ചു, പ്രിയ ജേസൺ ബ്രദറിലൂടെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയാകുന്നു. ഈ ദിവസങ്ങളൊക്കെയും കർത്താവിൻ്റെ ക്രൂശിലൂടെയുള്ള അനുഗ്രഹങ്ങളുമാണ്. യാദൃച്ഛികമല്ല, ആരും പ്ലാൻ ചെയ്തതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മധ്യാഹ്നത്തിൽ ഞാൻ അല്പസമയം ദൈവസന്നിധിയിലായിരുന്നപ്പോൾ അതേ ഒരു തീമാണ് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച
അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ പാടിയതുപോലെ ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് ആ സൗഭാഗ്യം, എന്താണ് ആ ഭാഗ്യ പദവി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലന്മാർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പൗലോസാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പൗലോസിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അത് കൂടുതലും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പൗലോസ് ആണ് ആ എബ്രായ ലേഖനം എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിട്ടുണ്ട്. ഈ എബ്രായ ലേഖനത്തിൽ നിന്നും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ എന്താണ്, ക്രൂശിലൂടെ ലഭിച്ച ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങൾ എന്താണ്, ക്രിസ്തുവിലൂടെ ഒരു ദൈവവേദന ലഭിച്ച അനുഗ്രഹങ്ങൾ അതെന്താണ്, അത് വളരെയാണ്. അത് നമുക്ക് ഇപ്പം എബ്രായ ലേഖനത്തിൽ തന്നെയല്ല, മറ്റ് ലേഖനങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വിവിധമായ നിലകളിൽ അപ്പോസ്തലന്മാർ അത് വിവരിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൽ നിന്നുകൊണ്ട് ക്രൂശിലൂടെ ലഭിച്ച 8 അനുഗ്രഹങ്ങളെ നമുക്ക് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം ദൈവമക്കളായി എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. അത് നമുക്കറിയാം. നാം ആഗ്രഹിച്ചത് കൊണ്ട് സംഭവിച്ച അല്ലെങ്കിൽ നടന്ന ഒരു രൂപാന്തരമല്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് അനാദിയിൽ നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട് കാലത്തിൽ സുവിശേഷം കേട്ടപ്പോൾ അത് വിശ്വസിപ്പാൻ തക്കവണ്ണം ദൈവകൃപ നമ്മുടെ മേൽ പകർന്ന് അവിടുത്തെ തിരഞ്ഞെടുപ്പിന് കീഴിൽ നാം വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഹൃദയത്തിന് പ്രസാദമായി, തിരുഹിതത്തിൻ്റെ പ്രസാദമെന്നാണ് എഫേസ്യർ 1 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. തിരുഹിതത്തിന് പ്രസാദമായി. ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്കും അത് ദൈവശക്തിയാകുന്നു. എന്തിനാണ് ആ ഭോഷത്വം മനുഷ്യന്, ജ്ഞാനികളായ മനുഷ്യന് ഭോഷത്വമെന്ന് തോന്നുന്ന ആ വചനം അല്ലെങ്കിൽ ആ ക്രൂശ് മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു ഉപാധിയാക്കി ദൈവം തീർത്തത്? ആ മെസ്സേജ്, ക്രൂശ് തീർത്തെന്നല്ല, ആ മെസ്സേജ് തീർത്തത്. ഒന്നാമത്തെ കാരണം ദേവദാസൻ പറഞ്ഞത്, ദൈവത്തിന് അങ്ങനെയാണ് പ്രസാദം തോന്നിയത്. ദൈവം എന്തുകൊണ്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ദൈവത്തിന് അങ്ങനെയാണ് പ്രസാദം തോന്നിയത്. അത് തന്നെ എഴുതിയേക്കുന്നത് എഫേസ്യർ 1 അധ്യായത്തിൽ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ നമ്മെ മുൻകണ്ടു, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഒന്നാമത്തെ അനുഗ്രഹമായി നമുക്ക് ചിന്തിപ്പാനുള്ളത് എബ്രായ ലേഖനം 7 അധ്യായത്തിൻ്റെ 19 വാക്യം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്ന, ചിന്തയോട് ചേർന്ന് പോകുന്ന ഒരു പഠനമാണ് ഇന്ന് രാത്രിയിലും നമുക്ക് ചെയ്യാനുള്ളത്. എബ്രായ ലേഖനം 7 അധ്യായത്തിൻ്റെ 19 വാക്യം വായിച്ചു. മലയാളത്തിന് ട്രാൻസ്ലേഷന് ഒരു നല്ല നിലയിലല്ല കൊടുത്തേക്കുന്നത്. അവിടെ മലയാള ട്രാൻസ്ലേഷൻ മുഴുവനും നല്ല നിലയിലല്ലെന്നല്ല പറഞ്ഞത്, അവിടെ കൊടുത്തിരിക്കുന്നത് നല്ല നിലയിൽ. ഇംഗ്ലീഷോട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രൂശിലൂടെ ലഭിച്ച ശ്രേഷ്ഠകരമായ. ഈ എബ്രായ ലേഖനത്തിൽ ബെറ്റർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ കുറേ കൊടുത്തിട്ടുണ്ട്. ശ്രേഷ്ഠകരമായ, മഹത്വകരമായ, യേശു മോശയേക്കാൾ വലിയവൻ, യേശു അഹരോനേക്കാൾ വലിയവൻ, യേശു ദൂതന്മാരേക്കാൾ വലിയവൻ, യേശു യോശുവയേക്കാൾ വലിയവൻ. ഇങ്ങനെ ബെറ്ററായ ഒരു, അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയമം അത് പഴയ നിയമത്തെക്കാൾ ബെറ്ററാണ് എന്ന നിലകളിലൊക്കെ ഈ ബെറ്റർ എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് എബ്രായ ലേഖനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രൂശിലൂടെ ലഭിച്ച നമുക്ക് ഈ ലേഖനത്തിൽ കാണുന്ന അനുഗ്രഹമായി, വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. അതിന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രത്യാശ എന്ന്. അങ്ങനെയല്ല, ബെറ്റർ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠകരമായ പ്രത്യാശ. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ ദ ലോ മെയ്ഡ് നത്തിങ് പെർഫെക്റ്റ്. അത് മലയാളത്തിൽ കറക്റ്റായി കൊടുത്തു. ന്യായപ്രമാണത്തിന് ഒന്നിനും പൂർത്തി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെയും പെർഫെക്റ്റ് ആക്കാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അതവിടെ പറഞ്ഞേക്കുന്നത്, ഒരു വ്യക്തിയെയും പെർഫെക്റ്റ് ആക്കാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ദെൻ ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ന്യായപ്രമാണം ഒരു സൈഡിൽ നിൽക്കുന്നു, മറുഭാഗത്ത് നാം നോക്കുമ്പോൾ, 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞ ഓൾഡ് കവനന്റ് വേഴ്സസ് ന്യൂ കവനന്റിൻ്റെ വ്യത്യാസം, പഴയ നിയമവും പുതിയ നിയമവും, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയും
പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം ലിസ്റ്റിട്ട് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാണിച്ചിരുന്നു. ഈ പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി അല്ലെങ്കിൽ ആ നിയമം അല്ലെ പ്രമാണം ഒരാൾക്കും പൂർത്തീകരണം അല്ലെങ്കിൽ പെർഫെക്ഷൻ വരുത്തത്തില്ല. അതാണ് പറയുന്നത്, ന്യായപ്രമാണത്തിൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ്, ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ there is bringing of a better hope. ഈ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ശ്രേഷ്ഠകരമായ പ്രത്യാശ നമുക്കുണ്ട്. അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം ഒരാളെയും പൂർത്തീകരണത്തിലേക്ക് നടത്തത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? കാരണം അതിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. പൂർത്തീകരണത്തിന് വേണ്ടിയല്ല, പെർഫെക്ഷന് വേണ്ടിയല്ല ന്യായപ്രമാണം കൊടുത്തത്. പിന്നെ എന്തിനാണ് കൊടുത്തത്? റോമാലേഖനം 3:20-21 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്താലും ആരും നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രേ ഉണ്ടാകുന്നത്. ന്യായപ്രമാണം വായിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലാകണം ഞാൻ പാപിയാണ്. അത്രയും ആ ന്യായപ്രമാണം ചെയ്യത്തുള്ളൂ. പ്രമാണം എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ശക്തി കൊടുക്കുന്നില്ല. പക്ഷേ സുവിശേഷത്തിന് ശക്തിയുണ്ട്. സുവിശേഷം, പുതിയ കവനൻ്റെ മെസ്സേജായ സുവിശേഷത്തിന് അത് കേൾക്കുമ്പോൾ ഒരുവന് പാപിയാണെന്ന് മാത്രമല്ല തോന്നുന്നത്, പാപത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷത്തിലുള്ളത്. അതാണ് ശ്രേഷ്ഠകരമായ ഹോപ്പാണ്, പ്രത്യാശയാണ് നമുക്ക് പുതിയ നിയമത്തിൽ ഉള്ളത്. അപ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമം അല്ലെങ്കിൽ പഴയ കവനന്റ് അല്ലെങ്കിൽ പഴയ ഉടമ്പടി അത് ലഭിച്ചവർക്ക് പാപത്തിൽ നിന്നൊരു വിടുതൽ കൊടുത്തിട്ടില്ല. പക്ഷെ പുതിയ ഉടമ്പടി ഒരു ബെറ്റർ ഹോപ്പ് കൊടുത്തു. എന്തിന് ഉള്ള ഹോപ്പാ? എന്തിനുള്ള പ്രത്യാശ നമുക്ക് തന്നേക്കുന്നേ? അതായത് നമ്മുടെ ഈ പാപകരമായ അവസ്ഥയിൽ നിന്ന് 7-ാം അധ്യായത്തിൽ ഒരു കരച്ചിലുണ്ട്. അപ്പോസ്തലൻ കരയുന്ന കരച്ചിലെന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെങ്കിൽ അത് മനുഷ്യൻ്റെ കരച്ചിലാണ്. ഏതാ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? അപ്പോൾ ആ കരച്ചിലിനുള്ള ഉത്തരമാണ് പുതിയ നിയമത്തിലുള്ളത്. ആ കരച്ചിലിൽ നിന്നും പ്രത്യാശ നമുക്കുണ്ട്. ഇതിൽ നിന്നൊരു വിടുതൽ നമുക്കുണ്ട്. അതിൻ്റെ 2-ാം ഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതലായി. ഏതാ? നീതീകരണത്തിലൂടെ. ദൈവം എന്ന് വെച്ചാൽ നീതീകരണത്തിലൂടെ അനുഗ്രഹങ്ങളാണ് നാളെ എനിക്ക് പറയാനുള്ളത്. എനിക്കിതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇത് നമ്മളെ ഉറപ്പിക്കുന്നതാണ്, നമ്മളെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മെ ഉറപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനം. അത് ഇന്ന് രാവിലെ കേട്ടതുപോലെ പലയിടത്തും അത് ഭോഷത്വമെന്ന് തോന്നുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദലിന് അത് അവനെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമല്ല സുവിശേഷം ദൈവശക്തിയായി വ്യാപരിക്കുന്നത്. അവൻ്റെ രക്ഷയുടെ പൂർത്തീകരണം വരെയും ആ കേട്ട വചനത്തിലെ ശക്തി, അത് ദൈവത്തിൻ്റെ ആത്മാവാ, അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ രക്ഷയുടെ ആദ്യഘട്ടമായ നീതീകരണത്തിൽ നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പെനൽറ്റി, അതായത് നമുക്കെതിരെയുള്ള കൈയെഴുത്ത്, അതാണ് ആ നിലയിലാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നമുക്ക് എതിരെയുള്ള കൈയെഴുത്തിനെ, അതായത് 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചുവരാഞ്ഞ് നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ച് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് ആ കൈയെഴുത്ത്? പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധമാണ്, അല്ലെ വിധിയാണ്. ആ വിധിയെ മായിച്ചു കളഞ്ഞെന്നാ പറഞ്ഞ് അവൻ്റെ മരണത്താൽ. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നും നമുക്കൊരു വിടുതലായി. Our penalty is paid in full. Now ഈ വിശുദ്ധീകരണത്തിൻ്റെ ഈ യാത്രയിൽ നമ്മുടെ അതായത് നമുക്ക് നൽകി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ലഭിക്കുന്നത്. We are being relieved of or from the
പവർ ഓഫ് സിൻ. പാപത്തിന്റെ ശക്തി എന്നുള്ള വിടുതല. ഇനി നമുക്കൊരു ബെറ്റർ ഹോപ്പ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. അതെന്താണെന്നറിയാമോ? ഒരിക്കൽ ഒന്നുകിൽ കർത്താവിൻ്റെ വരവെങ്കിലോ അല്ല എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലോ കർത്താവിനെ വിളിക്കുമ്പോഴോ എനിക്ക് പാപത്തിൻ്റെ പ്രസൻസിൽ നിന്ന് തന്നെ ഒരു വിടുതലുണ്ടാവും എന്നേക്കുമായി. അതാണ് എനിക്ക് നൽകിയിരിക്കുന്ന ബെറ്റർ ഹോപ്പ്. One day I will be free from the presence of sin. So എൻ്റെ പെനൽറ്റി മാറി, പവർ മാറിക്കൊണ്ടിരിക്കുന്നു, പാപത്തിൻ്റെ ശക്തി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എനിക്ക് വിടുതലുണ്ടാവും. ഐ ഹാവ് എ ബെറ്റർ ഹോപ്പ്. പഴയ നിയമകാലത്ത് ഒരാൾക്കും ഇങ്ങനൊരു ഹോപ്പില്ല. പഴയ കവനന്റിൽ ഇങ്ങനൊരു ഹോപ്പ് കൊടുക്കുന്നില്ല. പുതിയ കവനന്റിൽ നമുക്ക് ലഭിച്ചത് വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. ഈ പുതിയ കവനന്റിൽ, നിയമത്തിൽ, ക്രൂശിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിൽ നമുക്ക് ഹോപ്പ് ഇവിടുത്തെ ഒന്നുമല്ല. അത് ഭക്തന്മാർക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർവസൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദിദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തിരുന്നുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്യം, ഈ പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശ അല്ല. ഈ പ്രത്യാശ എന്ന് പറഞ്ഞ ഏതാ? ഒരിക്കൽ എൻ്റെ ശരീരത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകും. അന്ന് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് വിടുതലുണ്ടാകും. എൻ്റെ രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകും. എനിക്ക് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം ഉണ്ടാകും. ഈ പ്രത്യാശയിലല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. നമുക്ക് ശ്രേഷ്ഠകരമായൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പൗലോസ് പറയുന്നത് ദ ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് ഓൾഡ് കവനന്റ്, പഴയ ഉടമ്പടിയുടെ ഫലമില്ലായ്മ. അതാണ് പുതിയ ഉടമ്പടിയുമായിട്ട് താരതമ്യം ചെയ്ത് താൻ പറയുന്നു. ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് സേവ് എനിവൺ, അത് ആരെയും രക്ഷിക്കുന്നില്ല. ബട്ട് വി ഹാവ് എ ന്യൂ കവനന്റ് ആൻഡ് ഇറ്റ് ഗിവ്സ് us എ ഹോപ്പ്. നമുക്കൊരു പുതിയ ഉടമ്പടി ഉണ്ട്. അത് നമുക്ക് നല്ലൊരു പ്രത്യാശ, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ നല്ല പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ എ ബെറ്റർ, ശ്രേഷ്ഠകരമായ പ്രത്യാശ നമുക്ക് നൽകി തന്നിരിക്കുന്നു. അവിടെ ഒരു വാക്കുകൂടി കൊടുത്തിട്ടുണ്ട്, ദൈവത്തോട് അടുക്കുന്നതിനുള്ള എന്നാണ് എടുത്തേക്കുന്നത്. ഇത് ചിന്തിക്കുമ്പോൾ ആ എഴുത്തുകാരൻ പഴയ കവനന്റിൽ പുരോഹിതൻ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗം അവരുടെ നിന്ന് വാങ്ങി, അതിനു മുമ്പേ തനിക്ക് വേണ്ടി യാഗം കഴിക്കണം അല്ലേ? തനിക്ക് വേണ്ടി ആദ്യം യാഗം കഴിച്ച് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ട് വേണം ജനത്തിൽ നിന്ന് ആ യാഗം മേടിച്ച് അത് കഴിക്കുവാൻ. അത് എന്നിട്ട് തനിക്ക് എവിടെ വരെ ചെല്ലാം? സാധാരണ പുരോഹിതനും പ്രാകാരവും വിശുദ്ധ സ്ഥലത്തും. മഹാപുരോഹിതൻ എവിടെ വരെ ചെല്ലാം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രത്യാശ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പുരോഹിതൻ ആണ്ടിലൊരിക്കലാണ് ഈ 3 സ്ഥലവും കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരിക്കലായി ആകാശത്തിൽ കൂടെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയി. ആകാശത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ 1, 2, 3-ാം സ്വർഗത്തോളം എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. 3-ാം സ്വർഗത്തിലാണ് ദൈവ സാന്നിധ്യം എന്ന് പൗലോസിൻ്റെ ആ ദർശനത്തിലൂടെ പൗലോസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ഇമേജറിയാണ് കാണിക്കുന്നത്. എബ്രായ ലേഖനത്തിലും അത് തന്നെയാണ് പറയുന്നത്. ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ, ശ്രേഷ്ഠ, കണ്ടോ, ഗ്രേറ്റ്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഇപ്പോൾ പുതിയ നിയമകാലത്ത് നമ്മോട് പറയുന്നത് ദൂരത്ത് നിൽക്കാനല്ല, അടുത്തു വരിക എന്ന. വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. ഈ പുതിയ നിയമകാലത്ത് നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശയുണ്ട്. എന്തിനാണ് അടുത്തു വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് 4:16 കൃപ പ്രാപിപ്പാൻ തക്ക സമയത്ത്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. 10:22 അതാ. അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ശുദ്ധവെള്ളത്താൽ തളിക്കപ്പെട്ടവരും പൂർണ്ണ നിശ്ചയമുണ്ട് അടുത്ത് ചെല്ലുക. പഴയ കാലത്ത് പറയാ, ഇവിടെങ്ങും വരല്,
ഈ പർവ്വതത്തിൽ ഒരു മൃഗമെങ്കിലോ മനുഷ്യനെങ്കിലോ തൊട്ടാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. പുതിയ നിയമ കാലത്ത് പറയുക, വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. നിങ്ങൾ അടുത്തു വരിക, കൃപാസനത്തിലേക്ക് അടുത്തു വരിക. എന്തിന്? വി നീഡ് ഗ്രേസ് ആൻഡ് മേഴ്സി. നമുക്ക് എന്തോ വേണം? കരുണയും വേണം, കൃപയും വേണം. കരുണ എന്ന് പറയുന്നത് ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിൽ നാം ഏർപ്പെട്ടതിന് ദൈവത്തിൻ്റെ ഫേവർ നമ്മൾ മേൽ പകരുന്നതിനാണ് കരുണ എന്ന് പറയുന്നതെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ദൈവശക്തിയാണ് ദൈവകൃപ. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്, അല്ലേ? ഗോഡ്സ് മേഴ്സി ആൻഡ് ഗോഡ്സ് ഗ്രേസ്. എന്തെങ്കിലും നാം ചെയ്യുന്നെങ്കിൽ അത് ദൈവകൃപ. നാം എന്തിൽ നിന്നെല്ലാം ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ. ഒന്നും നമ്മുടെ പ്രവൃത്തിയിൽ ഊന്നിയല്ല. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, പ്രശംസിക്കുന്നവൻ ക്രൂശിലല്ലാതെ ഒന്നിലും പ്രശംസിക്കരുത്. ധനത്തിൽ പ്രശംസിക്കരുത്, ബലത്തിൽ പ്രശംസിക്കരുത്, ശക്തിയിൽ പ്രശംസിക്കരുത്, വിദ്യാഭ്യാസത്തിൽ പ്രശംസിക്കരുത്. വേറെ ഒന്നിലും പ്രശംസിപ്പാൻ നമുക്കില്ല. നമുക്ക് പ്രശംസിക്കുവാൻ ഉള്ളത് ക്രൂശിൽ മാത്രമാണ്. ഹല്ലേലൂയ. We have a better hope. പത്രോസ് പറയുന്നത്, അടുത്തു വരാനാണല്ലോ പറഞ്ഞത്. എന്തിനാ അടുത്തു വരുന്നേ? കൃപ ലഭിക്കാൻ അടുത്തു വരുന്നത്. പിന്നെ വേറൊരു വിഷയമുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പുതിയ നിയമത്തിലുള്ള ഒരു വിഷയം. നമ്മളെ പത്രോസ് രണ്ട് നിലകളിലാണ് പൗരോഹിത്യത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വിശുദ്ധ പുരോഹിത വർഗമാണ് നമ്മൾ. വിശുദ്ധ പുരോഹിത വർഗം, ഹോളി പ്രീസ്റ്റ്ഹുഡ്. രണ്ടാമത് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ഈ പൗരോഹിത്യത്തോട് ബന്ധത്തിൽ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാട്ടെ. 2:9, 2:5, 2:9. പത്രോസിന്റെ 1-ാം ലേഖനം 2:5, 9. അത് 2:9 അല്ലേ? ഓക്കെ, അതാണ് റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞത്. 2:5 ഒന്ന് വായിച്ച്. വിശുദ്ധ പുരോഹിത വർഗം. അത് രണ്ടും അവിടെ എഴുതിയിട്ടുണ്ട്. ഹോളി പ്രീസ്റ്റ്ഹുഡുമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡുമാണ്. ഈ ഹോളി പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് യാഗം കഴിക്കാൻ വേണ്ടിയാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ to proclaim the excellencies of the king. അതായത് എന്തിനാ? വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും. ഇത് രണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒന്ന്, ഒരു മനുഷ്യ മധ്യസ്ഥനും കൂടാതെ ദൈവസന്നിധിയിൽ ധൈര്യത്തോട് കടന്നു എന്ന് കൃപ പ്രാപിപ്പാനും കരുണ പ്രാപിപ്പാനും മാത്രമല്ല, നമ്മുടെ സാക്രിഫൈസസ് അർപ്പിക്കുവാനും നമുക്കിപ്പോൾ കഴിയും. ബിക്കോസ് വി ആർ ഹോളി പ്രീസ്റ്റ്ഹുഡ്. അതാണ് ക്രൂസിലൂടെ നമുക്ക് ലഭിച്ച ബെറ്റർ ഹോപ്പ്. പഴയ നിയമകാലത്തായിരുന്നെങ്കിൽ ഞാനാണ് പുരോഹിതൻ എന്നിരിക്കട്ടെ, എൻ്റെ അടുക്കൽ വരണം നിങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഇത് ഹോളി പ്ലേസ് ആണെങ്കിൽ. പുതിയ നിയമകാലത്ത് നിങ്ങളെല്ലാവരും വരുക, ഞാനും വരുക, നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇൻഡിവിജ്വലി ദൈവസന്നിധിയിൽ അർപ്പിക്കുക നമ്മുടെ സാക്രിഫൈസസ്. കൃപ പ്രാപിപ്പാനും കരുണ പ്രാപിപ്പാനും മാത്രമല്ല നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ നമുക്കിപ്പോൾ കഴിയും. ബിക്കോസ് വി ആർ ഹോളി പ്രീസ്റ്റ്ഹുഡ്. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ക്രൂസിലൂടെയാണ്. വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. നമുക്കൊരു ശ്രേഷ്ഠകരമായ പ്രത്യാശയുണ്ട്. ദിസ് ബെറ്റർ ഹോപ്പ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഈ ശ്രേഷ്ഠകരമായ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ബിക്കോസ് ഓഫ് ഹിസ് ഫിനിഷ്ഡ് വർക്ക് അറ്റ് ദ ക്രോസ്. പൂർത്തിയാക്കപ്പെട്ട കർത്താവിൻ്റെ പ്രവൃത്തി. രണ്ടാമത്തെ കാര്യം 7:22 ബെറ്റർ ഹോപ്പ് മാത്രമല്ല നമുക്കുള്ളത്, ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശ മാത്രമല്ല നമുക്കുള്ളത്, ശ്രേഷ്ഠകരമായ ഉടമ്പടി നമുക്കുണ്ട്. 7:22 ആണക്കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമം. മലയാളത്തിൽ വന്നപ്പോൾ വിശേഷമേറിയ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ
ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സോ മച്ച് മോർ ഓൾസോ ജീസസ് ഹാസ് ബിക്കം ദ ഗ്യാരണ്ടി ഓഫ് എ ബെറ്റർ കവനന്റ്. നമുക്കെന്തോ ലഭിച്ചു? ഒരു ബെറ്റർ കവനന്റ് ലഭിച്ചു. നമുക്കെന്തോ ലഭിച്ചത്? ബെറ്റർ കവനന്റ്, ശ്രേഷ്ഠകരമായ ഉടമ്പടി. എങ്ങനെയാണ് ഈ ഉടമ്പടി ബെറ്റർ ആയത്? പുതിയ നിയമം എങ്ങനെയാണ് ബെറ്റർ ആയത്? അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എങ്ങനെയാണ് ബെറ്റർ ആയെന്ന് പറയട്ടെ. അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഗ്യാരണ്ടർ ഉണ്ട്. അത് വായിച്ചായിരുന്നോ? മലയാളത്തിൽ പറയുമ്പോൾ ഉത്തരവാദിയായി തീർന്നെന്നാണ് എഴുതിയേക്കുന്നത്. ഒരാൾ ഉത്തരവാദിയായി തീർന്നു. പക്ഷെ ഇംഗ്ലീഷ് പറഞ്ഞേക്കുന്നത് ജീസസ് ഹാസ് ബിക്കം ദ ഗ്യാരണ്ടി. കണ്ടോ? ഗ്യാരണ്ടി എന്ന് കണ്ടോ? ഗ്യാരണ്ടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ നേരത്തെ വന്നിട്ടിരിക്കുന്ന ഒരു പുതുതായിട്ട് നാട്ടിൽ നിന്ന് വന്ന ഒരു ദൈവവേദൽ, അദ്ദേഹത്തിന് വണ്ടി എടുക്കാനാണെങ്കിൽ ക്രെഡിറ്റ് ഇല്ല. ക്രെഡിറ്റ് ഇല്ലാത്തവർക്ക് വണ്ടി കൊടുക്കും, പക്ഷെ 16% ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാൽ ഒരാൾ കോസൈൻ ചെയ്യാനുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചോളം 16% പറഞ്ഞു. ഞങ്ങൾ വന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് കോസൈൻ ചെയ്തപ്പോൾ 0% കിട്ടി. ദർ വാസ് എ ഗ്യാരണ്ടർ. പുതിയ നിയമത്തിനൊരു ഗ്യാരണ്ടർ ഉണ്ട്, അത് യേശുവാണ്. അതുകൊണ്ടാണ് ഇത് ശ്രേഷ്ഠകരമായ കവനൻ്റായി മാറിയത്. മനുഷ്യനല്ല, മോശമല്ല. ഗ്യാരണ്ടി ചെയ്ത മോശയ്ക്ക് പോലും അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പ്രോമിസ് ലാൻഡിൽ. വി ഹാവ് എ ബെറ്റർ ഗ്യാരണ്ടർ, വി ഹാവ് എ ബെറ്റർ കവനന്റ്. അവൻ യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. വി ഹാവ് എ ഗ്യാരണ്ടർ, വി ഹാവ് എ ബെറ്റർ കവനന്റ്. ജീസസ് ഹിംസെൽഫ് guarantees the success of the new covenant of salvation. അവനാണ് നമ്മെ നടത്തുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ? കർത്താവ് ഇത് പലപ്പോഴായി ക്രൂശിൻ്റെ ഇപ്പുറത്ത് പറയുന്നുണ്ട്, പക്ഷേ അവർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ശിഷ്യന്മാർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്രൂശിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് പിതാവ് എനിക്ക് തരുന്നവർക്കാണ് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നത്. പിതാവ് എനിക്ക് തരുന്നവരെ ഞാൻ എൻ്റെ കൈകളിലാണ് വഹിക്കുന്നത്. അപ്പോൾ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഇതിക്കുള്ള ഗ്യാരണ്ടി ആർക്ക് തരാൻ പറ്റും? ഇപ്പോഴും ആ ഗ്യാരണ്ടി വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. ബിക്കോസ് ഒരു മനുഷ്യനല്ല അത് പറഞ്ഞേ. വി ഹാവ് എ ബെറ്റർ ഗ്യാരണ്ടി. നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി ആകാശത്തിൽ കൂടെ കടന്നുപോയ ഈ മഹാപുരോഹിതൻ ഈ പുതിയ കവനന്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് യൂദായുടെ ലേഖനം 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിയുന്നവൻ ആരാ? അവൻ ദ ബെറ്റർ ഗ്യാരണ്ടർ. ഈ കവനന്റിന്റെ മധ്യസ്ഥനായിരിക്കുന്നവൻ. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടു ഇനിയും നമുക്ക് സ്വർഗത്തിൽ കാണാം അങ്ങ് വന്നാൽ. ഇങ്ങനെയാണോ? ഇതാണോ രക്ഷ? അപ്പോൾ പഴയ നിയമം തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. പഴയ നിയമം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതല്ല ഇത്. ദിസ് ഇസ് ബെറ്റർ. പുതിയ നിയമത്തിൽ ഒരുപാട്, പഴയ നിയമത്തിൽ ഇത് പ്രോമിസ് ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇത് ആക്ട്, ഇത് ലേഖനങ്ങളിൽ ഉടനീളം പറഞ്ഞേക്കുന്ന കാര്യമാണ്. വി ഹാവ് എ ബെറ്റർ കവനന്റ്. ദ ഗ്യാരണ്ടർ ഓഫ് ദിസ് പ്രോമിസ് ഈസ് ജീസസ് ഹിംസെൽഫ്. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്, 6:37 10:15 യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഹാപുരോഹിതൻ, ദ ബെറ്റർ ഗ്യാരണ്ടർ, നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് വി ഹാവ് എ ബെറ്റർ കവനന്റ്. നമുക്കൊരു ശ്രേഷ്ഠകരമായ ഉടമ്പടിയുണ്ട്. ആൻഡ് ഹി വിൽ മേക്ക് ഷുവർ ഹി ഗ്യാരണ്ടീസ് ദിസ് കവനന്റ്. അവിടെ നമുക്ക് കോസൈൻ ചെയ്തേക്കുക. നമ്മുടെ ക്രെഡിറ്റ് ബാടാ. അവിടെ നമുക്ക് കോസൈൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ അനുഗ്രഹം, സമയം മുന്നോട്ട് പോകുന്നില്ല, 8:6. വി ഹാവ് ബെറ്റർ പ്രോമിസസ്. നമുക്ക് ശ്രേഷ്ഠകരമായ വാഗ്ദത്തമുണ്ട്. 8:6 വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമം. കണ്ടോ? അത് ആ നിയമം ഏതാ? പുതിയ നിയമം, പുതിയ കവനന്റ്. അതിൻ്റെ മധ്യസ്ഥനാരാ? യേശു കർത്താവാ. വിശേഷതയേറിയ വാഗ്ദത്തം ഈ പുതിയ കവനന്റിലുണ്ട്. അപ്പോൾ ഒന്നെന്തോ നമ്മൾ പറഞ്ഞേ, വി ഹാവ് ബെറ്റർ ഹോപ്പ്. 2 ബെറ്റർ കവനന്റ്. 3 ബെറ്റർ പ്രോമിസസ്. ഒരു കമ്പാരിസൺ.
പഴയ കവനന്റ് കൊടുത്തപ്പോൾ അവർക്ക് ലഭിച്ച പ്രോമിസസ് ഉണ്ട് കേട്ടോ. ആവർത്തന പുസ്തകം 8 നീ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, തിരിച്ച് കയറി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൊട്ട അനുഗ്രഹിക്കപ്പെടും, നിന്റെ വട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊട്ടി ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അത് ശരിയാണ്. എന്തിനായിരുന്നു കൊടുക്കുന്നറിയോ? ഇൻസെൻറ്റീവായിട്ട് കൊടുത്തേക്കുന്ന. കാരണം അത് പാലിച്ചില്ലെങ്കിൽ ശാപവും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ബട്ട് വി ഹാവ് എ ബെറ്റർ കവനൻറ്റ്. എന്താ ബെറ്റർ കവനൻറ്റിൻ്റെ ശ്രേഷ്ഠത? പ്രോമിസ് എന്താ പറയട്ടെ? ഞാൻ എൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലാക്കും, എൻ്റെ നിയമത്തെ നിൻ്റെ ഹൃദയങ്ങളിൽ എഴുതും. അതാ സുവിശേഷത്തിൻ്റെ ദൈവശക്തി എന്ന് പറയുന്നത്. രക്ഷിച്ചു വിട്ടിട്ട് എങ്ങനെയാലും അങ്ങ് വരാനല്ല പറഞ്ഞത്. നമ്മെ വിശുദ്ധീകരിച്ചു തേജസ്കരിക്കുന്ന ഒരു പ്രോമിസ് നമുക്കുണ്ട്. അതാ റോമാലേഖനം 8:29 പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഇപ്പം ഇനിയും തേജസ്കരിക്കും ഇരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. വി ഹാവ് എ ബെറ്റർ പ്രോമിസ്. നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സോ ആ വാഗ്ദത്തം അക്ഷരീകമല്ല, ആ വാഗ്ദത്തം കാണുന്നതല്ല. നാം കാണുന്നതിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, കാണാത്തതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇത് മാറിപ്പോകുന്ന തേജസ് പോലെ, മോശയുടെ മുഖത്ത് കണ്ട തേജസ് പോലെ അല്ലിത്. ഇത് നിലനിൽക്കുന്ന തേജസ്സാ. ഇത് നിത്യജീവന്റെ വാഗ്ദത്തമാ. അതാണ് യോഹന്നാന്റെ 1:2-25 അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഇതാകുന്നു അവൻ നമുക്ക് നൽകിയ വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അത് നമ്മളിലുണ്ട് പ്രിയമുള്ളവരെ. എങ്ങോ എന്നോ ലഭിക്കുന്ന ഒരു വാഗ്ദത്തമല്ല. നിത്യജീവന്റെ ഉടമകളാണ് നാം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? We are having this eternal life in us right now. അതുകൊണ്ടാണ് ഒരു മരണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ദൈവവേദന അവൻ വെപ്രാളപ്പെടാതെ അതിനെ നേരിടുവാൻ കാര്യം, അവൻ നിത്യജീവന്റെ ഒരു വാതായനത്തിൽ അവൻ നിൽക്കുന്നത്. മരണത്തിലൂടെ നിത്യജീവന്റെ പടിക്കലാ നിൽക്കുന്നേ, അതിന്റെ പൂർത്തീകരണത്തിലാ അവൻ നിൽക്കുന്നേ. സോ മരണം അവന് വിഷയമല്ല. അവൻ മരണത്തെ നോക്കി പറയും, ഹേ മരണമേ, വേദന ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഏത് മരണവും വേദനാജനകമാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? സോ വി ഹാവ് ബെറ്റർ പ്രോമിസ്. ജീവനും മഹത്വവും തേജസ്സും നിത്യതയും ശ്രേഷ്ഠമായ മഹാപുരോഹിതനും മധ്യസ്ഥനും ഈ ബെറ്റർ പ്രോമിസ് നമുക്കുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? അത് അക്ഷരീയമല്ല, കാണുന്നതല്ല, കാണാത്തതും നിലനിൽക്കുന്നതും മാറിപ്പോകാത്തതുമായ വാഗ്ദത്തം. 4-ാമത്തെ കാര്യം 9:23 പറഞ്ഞിരിക്കുന്നേ, ഓക്കെ, ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു ആലയം ഉണ്ടായിരുന്നു. ആ ആലയം സ്വർഗത്തിലെ ഒറിജിനലിൻ്റെ പ്രതിബിംബങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? റെപ്ലിക്ക ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇത് നിഴലും അത് പൊരുളുമായിരുന്നു. അപ്പോൾ ഈ റെപ്ലിക്ക ഈ ഭൂമിയിലുണ്ടായിരുന്നു അല്ലേ? The earthly temple and the vessels that in that temple, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം ഒരു റെപ്ലിക്കയാണ്. അത് 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ സ്ഥലത്തിൻ്റെ മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. Now, ഇതിൻ്റെ റെപ്ലിക്ക ഇവിടെ ഉണ്ട്. മാത്രമല്ല എർത്തലി ടെമ്പിൾ അതിലെ ഉപകരണങ്ങളും മനുഷ്യനാൽ ഉപയോഗത്താൽ അൺക്ലീനായി മാറും. എന്ന് പറഞ്ഞാൽ എന്താ? അശുദ്ധമായി മാറും. അത് ലേവ്യപുസ്തകം 16:16 എഴുതിയിട്ടുണ്ട്. അശുദ്ധമായി മാറും.
എന്നാൽ ഈ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഈ 9-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പുതിയ കവനന്റിൽ, അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിൽ, ഈ പുതിയ ബെറ്റർ ശ്രേഷ്ഠകരമായ ഉടമ്പടിക്ക് ശ്രേഷ്ഠകരമായ ഒരു യാഗവും ആവശ്യമായിരിക്കുന്നു. ശ്രേഷ്ഠകരമായ യാഗം ആവശ്യമായിരിക്കുന്നു. കാരണം പഴയ നിയമത്തിലെ ഉടമ്പടിക്കനുസരിച്ച് അനേക യാഗങ്ങൾ അവർ കഴിച്ചു വന്നിരുന്നു. പക്ഷേ ഈ ഒറ്റ യാഗത്താൽ, അതാണ് 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അതിന് മുമ്പത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 11-ാമത്തെ വാക്യം. അപ്പോൾ പഴയ കവനന്റിൽ, ഉടമ്പടിയിൽ എത്ര യാഗങ്ങളുണ്ട്? ദിവസേന യാഗങ്ങളാണ്. പാവങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു നാളും കഴിയുന്നില്ല. എന്നിട്ട് പുരോഹിതൻ എന്താ ചെയ്യുന്നത്? അവിടെ CVSലെ ഫാർമസിസ്റ്റിൻ്റെ കൂട്ട എന്താ, ഇരിക്കാൻ സ്റ്റൂളില്ല, നിൽക്കുക. അതവിടെ പറയുന്നത്. CVSലെ ഫാർമസിസ്റ്റ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സ്റ്റൂൾ ഇല്ലെന്ന് പറഞ്ഞു. ഇതുപോലെ നിന്ന ദിവസേന നിൽപ്പ. എന്നാൽ യേശുവോ ഏകയാഗത്താൽ എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുകയല്ല, ഇരുന്നു കൊണ്ട്. എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? പൂർത്തീകരിച്ചു. ഏകയാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തി. കാരണം ഇറ്റ് വാസ് എ ബെറ്റർ സാക്രിഫൈസ്. ഓരോ ദിവസവും യാഗങ്ങൾ കഴിച്ച് പാപത്തിന് പൂർത്തി വരുത്തുന്നോ അതുമില്ല. നിരപരാധികളായ കുറെ മൃഗങ്ങളെ കൊല്ലുന്നു എന്നല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. പക്ഷെ ഇതാ, ഈ പരിശുദ്ധനായ പുത്രൻ എൻ്റെ പാപം ഏറ്റുകൊണ്ട് ഏകയാഗം കഴിച്ച് എന്നേക്കുമുള്ള പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. അവനിപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുകയല്ല, ഇരിക്കുക. That means it is complete and it is a better sacrifice. So പുതിയ കവനന്റിൽ നമുക്ക് ലഭിച്ച അടുത്ത അനുഗ്രഹമാണ്, we have a better sacrifice. മാത്രമല്ല, 5-ാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് we have better possession. നമുക്കൊരു ശ്രേഷ്ഠകരമായ ഉത്തമമായ സമ്പത്തുണ്ട്. 10:34 അതാണ് പറയുന്നത്. 10:34 ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച് പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും തടവുകാരോട് നിങ്ങൾ സാധാരണ കാണിച്ചല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ആദ്യം പറഞ്ഞതുപോലെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിധത്തിലുമുള്ള നഷ്ടങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ ശ്രേഷ്ഠകരമായ ഒന്ന് ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പൗലോസാണ് പീഡനത്തിന് നടുവിൽ പൗലോസ് അതിനെയും വരുവാനുള്ളതിനെയും കമ്പയർ ചെയ്തിട്ട് പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പാടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. കൊരിന്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഗാനം, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി എന്നാ പറഞ്ഞത്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കണം. ഈ താൽക്കാലികമായ ജീവിതത്തിൽ വരുന്ന ഈ പ്രതിസന്ധികൾ അത് ഏത് നിലകളിലുമായിക്കൊള്ളട്ടെ, അതിനെ നിത്യതയുമായി താരതമ്യം ചെയ്യണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണ്ടേ? അതാണ് തിരുവെഴുത്തിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷയിൽ ഒരു ദൈവവൈദ്യന് ലഭിക്കുന്നത്. അത് ലഭിക്കുമ്പോൾ അവൻ്റെ ആകക്കണ്ണ് തുറന്നിട്ട് അത് കാണാൻ തക്കവണ്ണം അവന് പറ്റും. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ അവനിൽ വർദ്ധിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹം അവനിൽ വർദ്ധിക്കും. വരുവാനുള്ളതിന് വേണ്ടി അവന് കാത്തിരിക്കുവാൻ അവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവനെ പ്രേരിപ്പിക്കും. വി ഹാവ് ബെറ്റർ പൊസഷൻ. അവിടെ പറഞ്ഞത് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1-ാം ലേഖനം പഠിച്ചപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്വന്തം നാട് വിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പീഡന നിമിത്തം ഓടിപ്പോയതാണ്. അപ്പോൾ അവരുടെ ഈ ലോകത്തിലെ സമ്പത്തൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഈ ലോകത്തിലെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞെന്തറിയാമോ? പത്രോസ് 1-ാം ലേഖനം 3-4
1 ലേഖനം 1:4 എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാവോ? ആ, സ്വർഗത്തിൽ വേറൊരു അവകാശം സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ഇവിടെയുള്ള അവകാശം നഷ്ടപ്പെട്ടു, ഇവിടെയുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു. എബ്രായർക്ക് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ ഉത്തമമായ ശ്രേഷ്ഠകരമായ ഒരു സമ്പത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടുത്തെ സമ്പത്തിന് അപകാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. കാരണം ഉത്തമമായവർക്ക് വേണം, ശ്രേഷ്ഠകരമായിട്ട് വേണം, ബെറ്ററായിട്ടുള്ളത് വേണം അവർക്ക്. പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാടിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വായിച്ചടച്ച 1:4, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സോ വി ഹാവ് എ ബെറ്റർ പൊസഷൻ. നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു ഉത്തമമായ ഒരു സമ്പത്ത് നമുക്ക് വേണ്ടി ഉണ്ട്. So in spite of the sufferings and persecution, ഈ ബോധ്യമുള്ള അപ്പോസ്തലന്മാരാണ്. ഇപ്പം പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞ ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങുവീൻ, ദൈവത്താൽ അല്ലാതെ യാതൊരു അധികാരം വരുന്നില്ലല്ലോ. അതിനകത്തൊരു ചെറിയ ക്ലോസ് ഉണ്ട്. എന്താണെന്നറിയാമോ? വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കീഴടങ്ങാൻ പറഞ്ഞിട്ടില്ല. അത് അപ്പോസ്തലന്മാരാണ് അതിൻ്റെ മാതൃക. ഇവരെ വിളിച്ചിട്ട് പറയുകയാണ്, എന്തോ പറയുന്നേ, നിങ്ങൾ ഇനിയും യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിച്ചു വിട്ട് കളഞ്ഞപ്പോൾ അടിച്ചു വിട്ട് അയച്ചു. അപ്പോസ്തലർ 5:41 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യന്മാരായി എണ്ണുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിൽ കയറി വന്നു, യേശുവിനെ കർത്താവ് ക്രിസ്തു എന്ന് വീട് വീടാന്തരം കയറി സാക്ഷിക്കാൻ തുടങ്ങി. നേരത്തെ പരസ്യയോഗമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പേഴ്സണൽ ഇവാഞ്ചലിസമായി മാറി. ഒറ്റ ഒരെണ്ണത്തെ വിടത്തിൽ എന്ന് പറഞ്ഞു. എല്ലാ വീട്ടിലും കയറി ഇത് എന്താ കാര്യം? നിയമമുണ്ട് എതിരായിട്ട്. പക്ഷേ അവർ അങ്ങനെ നിൽക്കാൻ കാര്യം എന്നറിയാവോ? അവർക്ക് ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിക്കുന്നത് വിഹിതമോ? നിങ്ങൾ തന്നെ പറയാനാണ് പുരോഹിതന്മാരോടൊക്കെ ചോദിച്ചത്. അത് മാത്രമല്ല, അവർക്ക് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. വി ഹാവ് എ ബെറ്റർ പൊസിഷൻ. ഈ നഷ്ടം ഇവിടെ സഹിച്ചാൽ വി ഹാവ് എ ബെറ്റർ പൊസിഷൻ. പ്രിയമുള്ളവരെ, നഷ്ടം തന്നെയാണ്. അത് വേദനയില്ലെന്നോ നഷ്ടമല്ലെന്നോ ഒന്നും പറയുന്നില്ല. ദൈവം അതിനോ അത് പറയുന്നില്ല. നമ്മളെല്ലാം കണ്ണട ചീരിട്ടാക്കാനൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ബെറ്ററായിട്ട് ഒരെണ്ണം ഒരു കാര്യം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. രക്ഷ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തും ഇൻഡിവിജ്വലായിരിക്കും. അതെന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ അത് ഒരു കാര്യം ഇവിടെ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത അവകാശത്തിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. എന്തില്ല? ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല. അങ്ങനൊരു അവകാശം എന്ന് പറഞ്ഞാൽ മൂല്യം കൊണ്ട്, അതായത് കാലപ്പഴക്കം കൊണ്ട് മൂല്യം കുറയുന്നില്ല, കാലപ്പഴക്കം കൊണ്ട് അത് പൊടിഞ്ഞു പോകുന്നില്ല. ഏറ്റവും മൂല്യമുള്ള വിലയുള്ള കാഞ്ചീപുരം ബനാറസ് സാരിയും ഉടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. ഏത് സ്വർണ്ണമാണെങ്കിലും അതെന്ത് ചെയ്യും? മങ്ങിപ്പോകും. എല്ലാ അവകാശത്തിനും മൂല്യം കുറഞ്ഞു വരും. ഇപ്പോൾ വീട് 800,000 കെല്ലർ, ഞങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തുള്ള വീടിനൊക്കെ 800,000 വിലയായി. ഒബാമയുടെ സമയത്ത് അത് അണ്ടർ വാട്ടറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 പോലും ആ വീടിന് വിലയില്ല. അതിൻ്റെ മോർഗേജ് 700 കിടക്കുക. ഇവിടുത്തെ ഏറ്റവും വില ഉള്ളതെന്ന് പറയുന്നതും ഇക്കണോമിയുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് വില കുറയും, വില കൂടും. പക്ഷേ അവിടെ ഇതിൻ്റെ മൂല്യം സ്ഥിതമാണ്, അത് മാറുന്നില്ല, അത് നിലനിൽക്കുന്നതാണ്. അതാ പറയുന്നത്, ക്ഷയം വാട്ടം മാലിന്യമില്ലാത്തൊരു അവകാശത്തിനായി എന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വി ഹാവ് എ ബെറ്റർ പൊസിഷൻ. അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ സമ്പത്തുകളുടെ അപഹാരം സഹിച്ചു. 11:16 ആറാമത്തെ കാര്യം, വി ഹാവ് എ ബെറ്റർ കൺട്രി. നമുക്ക് ശ്രേഷ്ഠകരമായൊരു രാജ്യം നമുക്ക് വേണ്ടിയുണ്ട്. 11:16 അവരോ വായിച്ചട്ടെ. ആമേൻ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കുന്നല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, but as it is they desire a better country. പ്രിയമുള്ളവരെ, ഇവിടെ വാഗ്ദത്തം ചെയ്തൊരു ദേശത്ത് ഒരു ഭക്തനെത്തി. പക്ഷേ അയാൾക്കത് വാഗ്ദത്തമായിട്ട് തോന്നിയില്ല. ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ?
അതെ, നമ്മൾക്കുണ്ടായ യാതൊരു ഈ കവനന്റിൻ്റെ ഗുണങ്ങളും അദ്ദേഹത്തിനില്ലായിരുന്നു. ശ്രേഷ്ഠകരമായ കവനന്റിൻ്റെ അണ്ടറിലല്ല അദ്ദേഹമായിരുന്നു. പക്ഷെ ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് കിട്ടി. ഇത് താൽക്കാലികമാണെന്നും ഇവിടെ ഞാൻ കൂടാരങ്ങൾ പാർത്തോളാവുന്നും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനാണ് ഞാൻ കാത്തിരിക്കണ്ടേ, ദാറ്റ് ഈസ് എ ബെറ്റർ കൺട്രി എന്ന് പുള്ളിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. എന്നിട്ട് മക്കളായ ഇസ്ഹാക്കിനോട് യാക്കോബോട് കൂടാതെ അപ്പോൾ അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മോനെ ഇത് വാദത്തൊക്കെ ചെയ്ത് അതൊക്കെ ശരിയാണ്, നമ്മളോട് വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇവിടെ നമ്മൾ കുറ്റി ഉറപ്പിച്ചാൽ നമ്മുടെ ലോത്തങ്ങൾ പോയാലും പോണ്ടി വരും. He was an example. He is still an example. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ വൈഫും എക്സാമ്പിളാണ്, ലോത്തിൻ്റെ ഭാര്യയെ. അപ്പം ലോത്തിനെ ഓർക്കണ്ടേ? ഓർക്കാം. നീതിമാനായി വലഞ്ഞു പോയ ലോത്തെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ദേ ആർ എക്സാമ്പിൾ. ബട്ട് അബ്രഹാമിനെ നോക്കിക്കേ, വാഗ്ദത്തം ദൈവം ചെയ്ത ദേശത്ത് താൻ എത്തിയിട്ടും തനിക്ക് മനസ്സിലായി ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നതാ, നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടിയാണ് ഞാൻ പോകുന്നേ, അതാ എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. നമുക്കിവിടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്ക് നമുക്ക് അനുഗ്രഹമായി അനുഭവിച്ചു കൊള്ളുവീൻ. പക്ഷേ ഇവിടെയല്ല നമ്മുടെ ദൃഷ്ടി. നാം കാണാത്ത ഒന്നിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. അതിനായി കർത്താവ് എന്നെയും നിങ്ങളെ ഒരുമിച്ച് സഹായിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരട്ടെ. വി ഹാവ് എ ബെറ്റർ കൺട്രി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയാം, പക്ഷെ ദൈവം എന്നെ നോക്കിയിട്ട് ഞാൻ ലിജിയുടെ ദൈവമാണെന്ന് പറയണമെങ്കിൽ അത് ശ്രേഷ്ഠകരമാണ്. അത് അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ഈ പുതിയ കവനന്റിൻ്റെ ഒരു പ്രത്യേകത അതാ, ഈ രണ്ട് വിധത്തിലും നമുക്ക് ബന്ധമുണ്ട്. ഞാൻ പറയും എൻ്റെ പിതാവായ ദൈവം, പിതാവ് എന്നെ നോക്കി പറയും നീ എൻ്റെ മകനാ. ഇതാണ് പുതിയ നിയമത്തിൻ്റെ കവനന്റിൻ്റെ ആ ബന്ധം എന്ന് പറയുന്നത്. വി ഹാവ് എ ബെറ്റർ കൺട്രി. ഇവിടെ ഉള്ളതിന് വേണ്ടി കാത്തിരിക്കാത്ത ഒരു ഭക്തനെ നോക്കി ദൈവം പറയുന്നത് എന്താ അറിയാവോ? അവൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ചിലരെ നോക്കി ദൈവം എന്ത് ചെയ്യുന്നു? ലജ്ജിക്കും. നമ്മെ നോക്കി ദൈവം ലജ്ജിക്കാതിരിക്കട്ടെ. ഏഴാമത്തെ കാര്യം 11:35 കാണുന്നത്, വി ഹാവ് എ ബെറ്റർ റിസറക്ഷൻ. നമുക്ക് ശ്രേഷ്ഠകരമായൊരു ഉയർപ്പ് വെയിറ്റ് ചെയ്യുന്നു. 35 സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആരൊക്കെയാണ് സ്ത്രീകൾക്ക് കിട്ടിയ ഉയർത്തെഴുന്നേൽപ്പ്? സരാഫ്തയിലെ വിധവയ്ക്ക് ഉയർപ്പിച്ച് കിട്ടിയില്ലേ? പിന്നെ ആരാ? നയനിലെ ഉയർപ്പിച്ചു. ഈ സ്ത്രീകൾക്ക് ഇവിടുന്ന് പറയുമ്പോൾ ആ എക്സാമ്പിൾ മാത്രം അല്ലേ? പക്ഷേ ആ ഉയർപ്പിച്ച ആൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അത് മരിച്ചുപോയി. സോ ബെറ്റർ റിസറക്ഷൻ എന്ന് പറയുന്നത് അതല്ല. ബെറ്റർ റിസറക്ഷൻ എന്ന് പറയുന്നത് ഇനി മരണം ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇവിടെയുള്ള റിസറക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, നിലനിൽക്കുന്ന റിസറക്ഷൻ. വി ഹാവ് എ ബെറ്റർ റിസറക്ഷൻ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പ് തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ പേത്തി പറ്റും. അവർക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്യാം. സീസർ ദൈവം അന്നൊന്ന് പറഞ്ഞാൽ മതി, ആരും കേൾക്കും പോലും ഉണ്ട്, പുള്ളി ചെവിച്ചെന്ന് പറഞ്ഞാൽ മതി. കാരണം പുള്ളിക്ക് ഇതൊന്ന് കേട്ടാൽ മതി, ഞാനാ ദൈവം. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയില്ല. ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്. വി നീഡ് എ ബെറ്റർ റിസറക്ഷൻ. വി ആർ വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ റിസറക്ഷൻ. അങ്ങനെ ഇവിടെ വന്നാൽ നാം നിലനിൽക്കണം. ബിക്കോസ് നമ്മൾ ബെറ്റർ റിസറക്ഷന് വേണ്ടിയുള്ളവരാ. അത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. എ ബെറ്റർ റിസറക്ഷൻ ഈസ് ദ ലാസ്റ്റ് റിസറക്ഷൻ. ദാനിയേൽ പ്രവചനം 12:2, മത്തായി 5:10 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എ ബെറ്റർ റിസറക്ഷൻ ഈസ് ദ ലാസ്റ്റ് റിസറക്ഷൻ. അവസാനമായി, we have God had provided something better for us, a better provision. നല്ലതൊന്ന് നമുക്ക് വേണ്ടി മുൻകരുതിയിട്ടുണ്ട്. അതാണ് 11:40 പറയുന്നത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം
നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന്, എ ബെറ്റർ പ്രൊവിഷൻ ഫോർ അസ്. എ ബെറ്റർ പ്രൊവിഷൻ ഫോർ അസ്. എന്താണെന്നറിയാമോ? ഈ പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത് വരുവാനുള്ളതിന് വേണ്ടി അവർ നോക്കി പാർത്തിരുന്ന. നമ്മുടെ വിശ്വാസം നമ്മൾ പിന്നിലേക്ക് നോക്കി ഉള്ള നോട്ടമാണ്. കാരണം ക്രൂശിലേക്ക് നാം നോക്കുന്നത്. അവർ ക്രൂശിനെ വരാനുള്ളതായിരുന്നു, അല്ലേ? ഈ രണ്ട് കൂട്ടരും വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്. ദൈവസന്നിധിയിൽ രണ്ട് കൂട്ടരും വിശ്വാസത്താൽ മാത്രമേ നീതീകരണം പ്രാപിക്കുകയുള്ളൂ. So, the faith of Old Testament saints looked forward to the promised salvation. നമ്മുടെയോ, we look backward to the fulfillment of the promise. ഈ രണ്ട് കൂട്ടരും രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. അത് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് കാണാം. സോ വാട്ട് ഈസ് ദ ബെറ്റർ പ്രൊവിഷൻ? എന്താണ് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവർ മുന്നോട്ട് നോക്കി യാത്ര ചെയ്തെങ്കിലും അവരുടെ കോൺഷ്യൻസിൽ അവർക്ക് പാപത്തെ സംബന്ധിച്ചുള്ളൊരു ഒരു 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 സമാധാനം, പാപസംബന്ധമായൊരു സമാധാനം അവർക്കുണ്ടായിരുന്നില്ല. നമുക്കങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിക്ക് ഇപ്പുറം നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നിന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ഇപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് നല്ല സമാധാനമുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തിയുണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ. മറ്റേത് ആകാത്ത സാക്രിഫൈസസ് അത് പാപത്തെ മറയ്ക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ പാപത്തെ മറയ്ക്കുകയല്ല, മായിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. സോ ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയതിനായി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. നമുക്ക് നല്ല ഒരു പ്രത്യാശയുണ്ട്. വി ഹാവ് എ ബെറ്റർ കവനന്റ്. നമുക്ക് നല്ല ഒരു ഉടമ്പടിയുണ്ട്. വി ഹാവ് ബെറ്റർ പ്രോമിസസ്. നമുക്ക് നല്ല വാഗ്ദത്തങ്ങളുണ്ട്. വി ഹാവ് ബെറ്റർ സാക്രിഫൈസ്. നമുക്ക് നല്ല യാഗം, എന്നേക്കും പൂർത്തീകരിക്കപ്പെട്ട യാഗമുണ്ട്. വി ഹാവ് ബെറ്റർ പൊസഷൻ. നമുക്ക് ഉത്തമ സമ്പത്തുണ്ട്. വി ഹാവ് എ ബെറ്റർ കൺട്രി. നമുക്ക് ഉത്തമമായൊരു രാജ്യമുണ്ട്. വി ഹാവ് ബെറ്റർ റിസറക്ഷൻ. നമുക്ക് ഉത്തമമായ ശ്രേഷ്ഠകരമായ ഒരു ഉയർപ്പ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 40-ാം വാക്യത്തിൽ അവൻ നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. വി ഹാവ് ബെറ്റർ പ്രൊവിഷൻ. കേട്ട വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ബെറ്ററായിട്ടൊന്നുമില്ലാതിരുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് എത്രയോ എക്സ്പ്ലോയിറ്റ്സ് ചെയ്തെന്നറിയാമോ? ഈ ശ്രേഷ്ഠകരമായ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ അവർ ധൈര്യത്തോടല്ലേ ദൈവത്തിന് വേണ്ടി നിന്നേ? ഇത്രയും കിട്ടിയ നമ്മളെങ്ങനെ നിൽക്കുന്നേ? ഓർക്കണ്ടേ? ഇത്രയും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ട്, ശ്രേഷ്ഠകരമായ പദവി നമുക്ക് ലഭിച്ചിട്ട്, അവിടെ മധ്യസ്ഥനിലൂടെ അവർ കടന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം നേരിട്ട് കടന്നു ചെല്ലുവാനുള്ള ആക്സസ് ദൈവം തന്നിട്ട് ഇന്നും ദൈവസേനയിൽ കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം മടി കാണിക്കുന്നു എങ്കിൽ നാം നമ്മെ തന്നെ തിരിഞ്ഞു നോക്കണം. നോക്കിയേ പറ്റൂ. ബിക്കോസ് ഈ 8 കൂട്ടം കാര്യങ്ങൾ പഴയ നിയമ ഭക്തന്മാർക്ക് ഇല്ലാത്തത്. ദാനിയേലോട് പറഞ്ഞു, ഇനിയും 1 മാസത്തേക്ക് ഈ രാജാവിനെ മാത്രം നമസ്കരിച്ചാൽ മതി. പക്ഷെ ആ ഭക്തൻ പതിവ് പോലെ ഈ കിളിവാതിലൊക്കെ അടച്ചിട്ടല്ല, തുറന്നിട്ടിട്ട്, ബിക്കോസ് എനിക്ക് ദൈവമാണ് വലുത്. പ്രിയമുള്ളവരെ, കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് രൂപാന്തരമായി ഭവിച്ചില്ലെങ്കിൽ കേട്ടത് ശിക്ഷാവധിക്ക് കാരണമാകും. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവസേനയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ശ്രേഷ്ഠകരമായ പദവി നമുക്ക് ദാനമായി തന്നത് നമ്മുടെ ഗുണം കൊണ്ടല്ല, അവൻ്റെ കൃപയാണ്. അവൻ നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയത് അവൻ്റെ കൃപയാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. The Old Testament saints didn't have all these, but still they did exploits for the Lord. ഭയങ്കര വീരപ്രവൃത്തിയിൽ അവർ ദൈവത്തിന് വേണ്ടി ചെയ്ത് നിന്നത്. ഏലിയാവിനെ ഓർക്കുക, ദാനിയേലിനെ ഓർക്കുക, ഭക്തന്മാരെ ഓർക്കുക. ബട്ട് നാം എന്താ ചെയ്യുന്നേ? നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.